സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെ ഒതുക്കാൻ ട്രംപിന് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് സൗദിയെയും ഒപ്പം കൂട്ടി പുതിയ തന്ത്രം പയറ്റുകയാണ് ട്രംപ് എന്നാണ് സൂചന. ഹൂതികളുടെ സനാ വിമാനത്താവളം ആക്രമിക്കുന്നതിന് തൊട്ടുമുമ്പ് സൗദി കിരീടാവകാശി ട്രംപിനെ ഫോണിൽ വിളിച്ചത് സംയുക്ത നീക്കത്തിന്റെ വലിയ തെളിവാണ്. ഇതോടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യങ്ങൾ ഇതാണ്: സൗദിക്ക് ഇറാനോടുള്ള ഇപ്പോഴത്തെ പ്രശ്നം അലി ഖമനിയുടെ ഖബറടക്കത്തിൽ നിന്ന് തുടങ്ങിയതാണോ? അവിടെ ചൊല്ലിയ ഖുർആൻ സൂക്തങ്ങളാണോ സൗദിയെ പ്രകോപിപ്പിച്ചത്? അതോ ഇറാൻ വിമാനം സൗദി വിലക്ക് ലംഘിച്ചത് മാത്രമാണോ പ്രശ്നം? അതുമല്ലെങ്കിൽ ഇറാൻ ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടൽ പാത അടയ്ക്കും എന്നതാണോ സൗദിയുടെ പേടി? സനാ വിമാനത്താവളത്തിലെ ആക്രമണത്തിന് സൗദിക്ക് ഉടനടി തിരിച്ചടി കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം. സൗദിയിലെ അബഹ വിമാനത്താവളത്തിൽ കനത്ത ആക്രമണമാണ് ഹൂതികൾ അഴിച്ചുവിട്ടത്. മാത്രമല്ല, സൗദി വ്യോമാതിർത്തിക്ക് ഹൂതികൾ ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് ചെങ്കടൽ പാത അടയ്ക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഇറാന്റെ പിന്തുണയോടെയുള്ള ഹൂതികളുടെ ഈ നീക്കത്തോടെ സൗദി പിന്മാറുമോ? അതോ ട്രംപിനെ അനുസരിച്ച് തുടർ നീക്കങ്ങൾ നടത്തുമോ? സ്നേഹ നാടകം അവസാനിപ്പിച്ച് ഇറാനെതിരെ സൗദി പൂർണ്ണമായും ഇറങ്ങുമോ? അതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും സൗദിയുടെ നീക്കങ്ങളെ ഇറാൻ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. സൗദിയുമായി ചർച്ച നടത്തുമ്പോഴും അവരെ പൂർണ്ണമായി ഇറാൻ വിശ്വസിച്ചിരുന്നില്ല. അതിന് കാരണം സൗദിയുടെ മുൻകാല ചെയ്തികളാണ്, പൂർവ്വകാല വിരോധമാണ്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സൗദിക്കെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് എല്ലാവരും മുന്നിൽ കാണുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇറാനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച സൗദി അറേബ്യ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇറാനെതിരെ നിലപാട് സ്വീകരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനുള്ള 3 കാരണങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. വാർത്തകളുടെ ഉള്ളറിയാം. നമുക്കറിയാം, സൗദി ഇറാനെതിരെ പരസ്യമായി യുദ്ധത്തിന് ഇറങ്ങണമെന്ന് ട്രംപ് പണ്ടേ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനായി ഇസ്രയേലും സൗദിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പോലും ശ്രമം നടന്നു. ഇപ്പോഴത്തെ യുദ്ധം അമേരിക്ക അതിന്റെ അവസാനത്തിൽ എത്തിക്കണമെന്നും ഇറാനെ തകർക്കണമെന്നും സൗദി ആഗ്രഹിക്കുന്നതായി പല വാർത്തകളും വന്നിരുന്നു. സൗദി അമേരിക്കയുടെ തോളിന്മേൽ തോക്ക് വെച്ച് ഇറാനെതിരെ വെടിവെക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം സൗദിയുടെ കയ്യിലേക്ക് തോക്ക് വെച്ചു കൊടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള വിലയിരുത്തലും വന്നിരുന്നു. അപ്പോഴെല്ലാം പരോക്ഷമായി ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സൗദി പുറമെ സ്വീകരിച്ചു പോകുന്നത്. മാത്രമല്ല, സൗദി കിരീടാവകാശിയായ സൽമാൻ രാജകുമാരനെ അധിക്ഷേപിക്കുന്ന പരാമർശം ട്രംപ് നടത്തിയതും സൗദിയെ അങ്ങനെ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന നിഗമനത്തിലേക്കും അന്താരാഷ്ട്ര വിദഗ്ധർ എത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് സൗദി ആ നിലപാട് മാറ്റിയിരിക്കുകയാണ്. സൗദിയുടെ ഈ നിലപാട് മാറ്റമാണ് യമനിലെ സനാ വിമാനത്താവളത്തിലെ ആക്രമണത്തിലൂടെ നമ്മൾ കണ്ടത്. പക്ഷേ അതിനു പിന്നിൽ മറ്റു ചില നിർണായക കാര്യങ്ങളുണ്ട്. അത് വിശദമായി തന്നെ പറയാം. ഇറാൻ വിമാനം ഇറങ്ങാനിരുന്ന വിമാനത്താവളത്തിലെ റൺവേ ആണ് സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ ബോംബ് വെച്ച് തകർത്തത്. അതായത് സൗദി നേരിട്ടല്ല, സൗദിയുടെ പിന്തുണയുള്ള യമൻ സർക്കാരാണ് ബോംബ് വെച്ച് തകർത്തത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളമാണ് ഈ സന വിമാനത്താവളം. റൺവേ തകർത്തതിനെ തുടർന്ന് ഇറാൻ വിമാനം ഹൂതികളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത്. അലി ഖമനിയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ ഹൂതി നേതാക്കളും ടെഹ്റാനിൽ ചികിത്സയ്ക്ക് പോയിരുന്ന യമനികളും മറ്റുമായിരുന്നു ഇറാന്റെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും വിമാനം ഇറങ്ങാനിരുന്ന റൺവേ സൗദി പിന്തുണയുള്ള യമൻ സർക്കാർ ബോംബിട്ട് തകർത്തു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വിമാനത്തിൽ ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉണ്ടെന്നായിരുന്നു യമൻ സർക്കാരിന്റെ ആരോപണം. മാത്രമല്ല, വിമാനം അനുമതിയില്ലാതെയാണ് സൗദിയുടെ വ്യോമപാത ഉപയോഗിച്ചതെന്നും യമൻ സർക്കാർ പറയുന്നു. എന്നാൽ ഇറാന്റെ ഈ വിമാനം ജൂലൈ 13 സനയിലേക്ക് വന്നത് സൗദിയുടെ വ്യോമപാത ഉപയോഗിച്ചല്ല എന്നതാണ് സത്യം. ഇറാന്റെ വിമാനം വന്നത് ഒമാൻ വഴിയാണ്. എന്നാൽ ജൂലൈ 3 ഇതേ വിമാനം സനയിലേക്ക് വന്നത് സൗദിയുടെ വ്യോമ വിലക്ക് ലംഘിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ഇറാൻ സൗദി പ്രശ്നങ്ങളുടെ തുടക്കം പരസ്യമാകുന്നത് ജൂലൈ 3 മുതലാണ്. സൗദി സഖ്യസേന കഴിഞ്ഞ 10 വർഷത്തിലധികമായി യമനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഔദ്യോഗിക വ്യോമ ഉപരോധത്തെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇറാന്റെ മഹാനെയർ അന്ന് സനാ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അലി ഖമനയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഹൂതി നേതാക്കളെ കൊണ്ടുപോകാനാണ് അന്ന് വിമാനം വന്നത്. അന്നും വിമാനം ഇറങ്ങാതിരിക്കാൻ സൗദി മാക്സിമം ശ്രമിച്ചിരുന്നു. ഇറാൻ വിമാനം യമൻ വ്യോമാതിർത്തിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അത് തടയാനായി സൗദിയുടെ യുദ്ധവിമാനങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹൂതി വിമതർ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ഇറാന്റെ വിമാനത്തിന് നേരെ എന്തെങ്കിലും രീതിയിലുള്ള നീക്കമുണ്ടായാൽ സൗദി വിമാനത്താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുമെന്ന് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു.
ഇതോടെ സൗദി യുദ്ധവിമാനങ്ങൾ പിന്മാറുകയായിരുന്നു. സൗദി ഉപരോധം തകർത്തതിൽ ഹൂതികൾ അന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം സന വിമാനത്താവളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാന്റെ വിമാനം, അതും സൗദിയുടെ വ്യോമപാത വഴി വന്ന ഇറാന്റെ വിമാനം ഇറങ്ങിയതിൽ ഹൂതികൾ കടുത്ത സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൂതി നേതാക്കളുമായി വിമാനം തിരികെ പോയത് ഒമാൻ വ്യോമ അതിർത്തി വഴിയും കടൽ വ്യോമപാതയിലൂടെയുമാണ്. കാരണം വിമാനം ഇനി സൗദി വ്യോമപാതയിൽ വന്നാൽ വെടിവെച്ചിടുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല അലി ഖമനയുടെ കബറടക്കം പരിഗണിച്ച് പ്രശ്നങ്ങൾ വേണ്ടെന്ന് ഇറാനും നിലപാടെടുത്തിരുന്നു. എങ്കിലും സനായിൽ ഇറാൻ വിമാനം ഇറങ്ങിയതോടെ നാണക്കേടിലായ സൗദി പിന്തുണയുള്ള യമൻ ഗവൺമെന്റും അറബ് ലീഗും ഇറാനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്ന് കാണിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതായത് ഇതോടെയാണ് ഇപ്പോഴത്തെ ഇറാൻ സൗദി പ്രശ്നം തുടങ്ങുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. സൗദി ഇറാൻ ഭിന്നത ആളിക്കത്തിച്ച സംഭവം ഉണ്ടായത് ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്ക ചടങ്ങിലാണ് എന്നാണ് വിലയിരുത്തൽ. അതിങ്ങനെയാണ്. സൗദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വലീദ് അൽ ഖറൈജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അലി ഖമനയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടെഹ്റാനിലേക്ക് എത്തിയത്. ഈ സമയത്ത് ഇറാൻ സംഘാടകർ പശ്ചാത്തലത്തിൽ ചൊല്ലിയ ഖുർആൻ വചനം സൗദി ചൊടിപ്പിച്ചു. ബദർ യുദ്ധത്തെ പരാമർശിക്കുന്ന സൂറത്തായ ആൽ ഇമ്രാനിലെ വചനമാണ് പശ്ചാത്തലത്തിൽ ചൊല്ലിയത്. ചെറിയൊരു സംഘം വലിയൊരു സൈന്യത്തെ ദൈവസഹായത്താൽ തോൽപ്പിക്കുന്ന ചരിത്രമാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. ഇത് തങ്ങളെയും അമേരിക്കയും പരോക്ഷമായി വെല്ലുവിളിക്കുന്ന ഒന്നാണ് എന്നാണ് സൗദി നയതന്ത്രജ്ഞർ വിലയിരുത്തിയത്. തങ്ങൾ സൗദിയെ തോൽപ്പിക്കുമെന്ന ഇറാന്റെ ധിക്കാരപരമായ സന്ദേശമായാണ് ഇതിനെ അവർ കണക്കാക്കിയത്. നയതന്ത്ര മര്യാദയുടെ ഭാഗമായി വന്നപ്പോൾ ഇറാൻ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നാണ് സൗദി നേതാക്കളുടെ വികാരം. എന്നാൽ സൗദിയുടെ അമേരിക്കയുമായിട്ടുള്ള ചാഞ്ചാട്ടം അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള ചാഞ്ചാട്ടം മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ ഈ ഖുർആൻ നയതന്ത്രം പയറ്റിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ഇറാന്റെ സമീപനം അനുസരിച്ചാണ് ഇറാൻ ഖുർആൻ സൂറത്തുകൾ തയ്യാറാക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരുന്നത്. സഖ്യകക്ഷികളായ റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അലി ഖമനയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വന്നപ്പോൾ സമാധാനം, ക്ഷമ, നന്മ എന്നിവയെക്കുറിച്ചുള്ള വചനങ്ങളാണ് പശ്ചാത്തലത്തിൽ ചൊല്ലിയത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനും ഒമാനും വിജയത്തെയും സമാധാന ഉടമ്പടികളെയും കുറിച്ചുള്ള സൂറത്തുൽ ഫത്ഹയിലെ വചനങ്ങളാണ് ഇറാൻ കേൾപ്പിച്ചത്. അതായത് സൗദി തങ്ങളുടെ വിമാനത്തോട് കാണിച്ച അസഹിഷ്ണുതയും ഭീഷണിയും കൃത്യമായി വിലയിരുത്തി തന്നെയാണ് ഇറാൻ സൗദിക്കെതിരെ ഖുർആൻ ഡിപ്ലോമസി പയറ്റിയത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇതോടെയാണ് ഇറാനുമായുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗഹൃദ നാടകം അവസാനിപ്പിച്ച് പരമ്പരാഗത സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കാൻ സൗദി തീരുമാനിച്ചത്. അങ്ങനെയാണ് വിലയിരുത്തൽ വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചു നാളായി അകൽച്ചയിലായിരുന്ന ട്രംപിനെ സൽമാൻ രാജകുമാരൻ ഫോണിൽ നേരിട്ട് വിളിച്ചത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സനാ വിമാനത്താവളം ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഫോൺ സംഭാഷണം നടന്നത് എന്നുള്ളതാണ്. ഇറാന്റെ നീക്കങ്ങളും ഹൂതികളുടെ ഭീഷണിയും ട്രംപിനെ അറിയിച്ച സൗദി രാജകുമാരൻ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടിക്ക് അമേരിക്കയുടെ പിന്തുണ ആവശ്യപ്പെട്ടു. ട്രംപ് ഇതിന് ഉടനടി സമ്മതം മൂളുകയും ചെയ്തു എന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ തുടർന്നാണ് സനയിൽ ആക്രമണം നടത്തിയത്. അതല്ലെങ്കിൽ ഇതിന് പിന്നാലെയാണ് സനയിലെ വിമാനത്താവളത്തിലെ റൺവേക്ക് നേരെ ആക്രമണം ഉണ്ടായത്. മറ്റൊരു പേടി കൂടി സൗദിയെ അലട്ടുന്നു എന്നാണ് സൂചനകൾ. ഇതും കൂടി കണക്കിലെടുത്താണ് ട്രംപിനെ മുഹമ്മദ് ബിൻ സൽമാൻ വിളിച്ചത്. അത് ഇറാൻ ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് അടച്ചുപൂട്ടുമോ എന്നുള്ള പേടിയാണ്. ഹോർമൂസിന് പിന്നാലെ ഇറാൻ ഈ ആയുധം കൂടി പ്രയോഗിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുക സൗദിയായിരിക്കും. കാരണം ഹോർമൂസ് അടഞ്ഞതോടെ സൗദി എണ്ണ വിൽപ്പന ഇപ്പോൾ നടക്കുന്നത് ഈ ചെങ്കടൽ വഴിയാണ്. പൈപ്പ് ലൈൻ വഴി ചെങ്കടൽ തീരത്തേക്ക് എണ്ണ എത്തിച്ച് അവിടെ നിന്നാണ് സൗദി കപ്പൽ വഴി ഈ വിൽപ്പന നടത്തുന്നത്. ഹൂതികൾ ഇതുവരെ സൗദിയുടെയോ സൗദി തുറമുഖത്തേക്ക് പോയതോ ആയിട്ടുള്ള കപ്പലുകളെ തടഞ്ഞിട്ടുമില്ല. സൗദിയുടെ ഈ നീക്കം കാരണമാണ് എണ്ണവില കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്നാണ് വിലയിരുത്തൽ. ബാബ് അൽ മന്ദേബ് കൂടി അടഞ്ഞാൽ എണ്ണവില $200 കടക്കുമെന്നാണ് ആശങ്ക. എന്തായാലും ഹൂതികളും ഇറാനും പിണങ്ങിയതോടെ സൗദി പ്രതിസന്ധിയിലാണ്. ട്രംപിന്റെ ഉപദേശം കേട്ട് കുരുക്കിലായി എന്നും പറയാം. അത് ചില സൗദി ഉദ്യോഗസ്ഥർ തന്നെ ഭരണ നേതൃത്വത്തോട് സൂചിപ്പിച്ചു എന്നാണ് സൂചന. ഇറാനും ഹൂതികളും കടുത്ത നീക്കത്തിന് മുതിരുമോ എന്ന പേടി കാരണമാണ് സൽമാൻ രാജകുമാരൻ ട്രംപിനെ വിളിച്ചതും പിന്തുണ തേടിയതും. ഹോർമൂസിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ട്രംപിന് ചെങ്കടലിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് ചോദ്യം. കാരണം
ഗാസ യുദ്ധ സമയത്ത് ഹൂതികൾ ചെങ്കടൽ ഫലപ്രദമായി അടച്ചുപൂട്ടിയിരുന്നു, ഒരു കപ്പൽ പോലും കടത്തിവിട്ടിരുന്നില്ല. അമേരിക്കയും സഖ്യസേനയും എന്തൊക്കെ ചെയ്തിട്ടും ഹൂതികളെ അന്ന് തടയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളെ ചെറുതായി കാണാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സൗദിക്ക് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം ഇറാന്റെ കടുത്ത പിന്തുണയും ഹൂതികൾക്കുണ്ട്. എന്തായാലും അമേരിക്കൻ വിധേയത്വം കാരണം ആകെ കുരുക്കിലായ അവസ്ഥയിലാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനെതിരെ ഒറ്റയ്ക്ക് വിജയം കാണാൻ കഴിയില്ലെന്ന് ഇസ്രയേലിനറിയാം. അതായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്നത് ഇസ്രയേലാണ്. അതുകൊണ്ടാണ് ഇറാനോടുള്ള ശത്രുതയെ ഗൾഫ് രാജ്യങ്ങളുടെ കൂടി പൊതു ശത്രുതയാക്കി മാറ്റാൻ ഇസ്രയേൽ പല തന്ത്രങ്ങളും പയറ്റുന്നത്, ഒരുക്കുന്നത്. ആ കുരുക്കിൽ സൗദി വീണോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റൂ. ഇറാൻ മിസൈലുകൾ സൗദിയിലെ എണ്ണ ശുദ്ധീകരണശാലകളെ ലക്ഷ്യമാക്കി തയ്യാറായി നിൽക്കുകയാണ്. ഈ റിസ്ക് എടുത്തുകൊണ്ട് സൗദി ഇറാനുമായി യുദ്ധം ചെയ്യുമോ? സത്യത്തിൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വലിയ കെണിയിലാണ് പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഭൗമരാഷ്ട്രീയം സൂക്ഷ്മമായി വിലയിരുത്തുന്നവരെല്ലാം എത്തുന്ന ഒരു നിഗമനം. ഒരു വശത്ത് ഇസ്രയേൽ ഗൾഫ് രാജ്യങ്ങളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നു, മറുഭാഗത്ത് ഇറാനാണ്. പക്ഷേ ഇറാന്റെ നേതൃത്വം അംഗീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറല്ല. ഇറാൻ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുമോ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഭയം. ഈ സാഹചര്യമാണ് ട്രംപ് മുതലെടുക്കുന്നത്. അമേരിക്ക ചെയ്യുന്നതിനെല്ലാം നഷ്ടം നേരിടുന്നതും ഗൾഫ് രാജ്യങ്ങളാണ്. ആദ്യം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾക്കായി ഭൂമി നൽകി അവർ നഷ്ടം സഹിച്ചു. ഇപ്പോൾ ഇറാൻ യുദ്ധം കാരണം എണ്ണ കയറ്റുമതി പാത അടഞ്ഞതോടെ വീണ്ടും നഷ്ടം സഹിക്കുന്നു. ഒപ്പം വലിയ വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആകെ ഗൾഫിൻ്റെ സാമ്പത്തിക പുരോഗതിയാണ് പണയപ്പെടുന്നത്. ഗൾഫ് സുരക്ഷിത നിക്ഷേപ കേന്ദ്രമെന്ന ധാരണയാണ് തെറ്റിയിരിക്കുന്നത്. സത്യത്തിൽ സൗഹൃദത്തിൻ്റെ കാര്യത്തിലോ ശത്രുതയുടെ കാര്യത്തിലോ വ്യക്തമായ നിലപാടില്ലാത്ത രാജ്യങ്ങൾ ഒരിക്കലും നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതമല്ല എന്നുള്ള കാര്യമാണ് ലോകത്തിന് വീണ്ടും ബോധ്യമാകുന്നത് ഈ ഗൾഫിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ. അതായത് അമേരിക്കൻ വിധേയത്വം കാരണം വല്ലാത്ത ഗർത്തത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഇറാൻ വളരെ ആലോചിച്ചാണ് കരുക്കൾ നീക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇറാന്റെ തിരിച്ചടി അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ മാത്രമാക്കി അവർ ചുരുക്കിയിരിക്കുകയാണ്. അത് വെറുതെയല്ല, തങ്ങളുടെ ശക്തി വേണ്ടിടത്ത് പ്രകടിപ്പിക്കുകയും ഭാവിയിലേക്കായി അവർ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യം. അതായത് ഇറാൻ വളരെ തന്ത്രപരമായ കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപ്ലി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.